പണ്ട് പ്ലേഗ് എന്നുള്ള സംഗതി വന്നപ്പോഴാണ് അന്ന് ആളുകൾ ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് സീരിയസ് ആയിട്ട് ചിന്തിക്കാൻ തുടങ്ങിയത്. ഓ ശരി. അതായത് പ്ലേഗ്, 2 വേൾഡ് വാർസ്, അതെ. ഇതുകൊണ്ടുണ്ടായിരിക്കണ വലിയ തോതിലുള്ള ക്ഷാമം, ഭക്ഷ്യക്ഷാമം അടക്കമുള്ള ആളുകൾ സേവ് ചെയ്യാനൊന്ന് പ്രേരിപ്പിച്ചിരുന്നു. സേവ് ചെയ്യേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസ് അവർക്ക് അന്ന് മനസ്സിലായിരുന്നു. ഇപ്പോൾ കൊറോണ വന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും ഈ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് വരാൻ ഒരു ബേസിക് ബിഹേവിയറൽ ചേഞ്ച് ഉണ്ടാവാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്രൈസിസ് മുമ്പിൽ അവർ അനുഭവിച്ചു എന്നുള്ളത് ശരിക്കും അനുഭവിച്ചു. നമ്മളൊക്കെ വീടിന് അകത്ത് അടച്ചുകൂടി ഇരുന്നിട്ടുള്ളൊരവസ്ഥ, നാളെ എന്താവുന്നോ മറ്റന്നാൾ എന്താവുന്ന പോലും നമുക്ക് അറിയാൻ പാടാത്ത അവസ്ഥ, കൂടെയുള്ളവർ ആരൊക്കെ ബാക്കി ഉണ്ടാവുമെന്ന് അറിയാൻ പാടാത്ത അവസ്ഥ. ഇതൊരു ക്രൈസിസാണ്. ഇങ്ങനത്തെ ഒരു ക്രൈസിസ് വന്നു കഴിയുമ്പോൾ നാച്ചുറലായിട്ട് ഉണ്ടാവുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇതിനെക്കുറിച്ച് നമ്മൾ തിരിച്ച് പിന്നെ ചിന്തിച്ചു തുടങ്ങും. അപ്പോൾ 1920s പ്ലേഗ് എങ്ങനെ ക്രിയേറ്റ് ചെയ്തോ, ആളുകളുടെ ഉള്ളിലേക്കൊരു ഭയം ക്രിയേറ്റ് ചെയ്തോ, അതൊരു ഫിയർ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതാണ് ശരിക്കും ആളുകൾ ഇതിനകത്തേക്ക് വരാനുള്ള കാരണം. ഇതിന് സപ്പോർട്ടീവായിട്ട് ഇപ്പോൾ ഫിൻഫ്ലുവൻസേഴ്സോ അല്ലെങ്കിൽ മറ്റുള്ളവരെ കൊണ്ടാണ് ഇതൊക്കെ വന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് തെറ്റായ ധാരണയാണ്. ആ ഫിൻഫ്ലുവൻസേഴ്സ് ആളുകൾ ഇതിനകത്തേക്ക് കൂടുതൽ വരണകൊണ്ട് വന്നവരാണ്, അല്ലാണ്ട് അവരായിട്ട് ഉണ്ടാക്കി കൊണ്ടുവന്നൊരു പുതിയ ട്രെൻഡ് ഒന്നും അല്ല അത്.